ന്യൂയോർക്കിലുമുണ്ട് അവിടെ ഒരു രാഹുൽ ഗാന്ധി. അത് മറ്റാരുമല്ല, സുഹ്റാൻ മംദാനിയാണത്. സുഹ്റാൻ മംദാനി ചാൾസ് രാജാവും അതുപോലെ തന്നെ പരിവാരങ്ങളുമൊക്കെ അമേരിക്ക സന്ദർശിച്ചപ്പോൾ സെപ്റ്റംബർ 11 ബന്ധപ്പെട്ട ഒരു അനുസ്മരണ ചടങ്ങിന് പ്രസ് ആൻഡ് മീഡിയക്കാരെ കണ്ടപ്പോഴാണ് ഈ ചാൾസ് രാജാവിൻ്റെ വരവിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത്. ആ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ സുഹ്റാൻ മംദാനി പറഞ്ഞു, ആ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ച കോഹിനൂർ അങ്ങോട്ട് കൊടുക്കേ. 106 ക്യാരറ്റ് ഡയമണ്ടാണ് ഈ കോഹിനൂർ രത്നം. ഈ കോഹിനൂർ രത്നം മോഷ്ടിച്ച പുള്ളികളാണ് എല്ലാ ആദരവോടും കൂടി അവിടെ എത്തുന്നത് എന്ന് മാത്രമല്ല, മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനമാണ് ഒരു രാജ്യത്തിൻ്റെ അലങ്കാരമായി തലയിൽ ചൂടുന്ന കിരീടത്തിൽ പതിപ്പിച്ചു വെച്ച ശേഷം അത് ലോകത്തെ മുഴുവൻ കാണിക്കാനായി വെച്ചിരിക്കുന്നത്. വീരപ്പൻ പോലും ഇതിലെത്രയോ ഭേദമാണ്. വീരപ്പൻ ആനക്കൊമ്പ് മോഷ്ടിച്ചാൽ അത് മോഷണ വസ്തുവാണ് എന്നറിഞ്ഞുകൊണ്ട് ആരുടെ മുന്നിലും പ്രദർശിപ്പിക്കാനോ ഞാൻ ആനക്കൊമ്പ് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കാനോ ശ്രമിക്കാറില്ല. ഇത് ലോകത്തോട് മുഴുവൻ ഞങ്ങൾ മോഷ്ടിക്കുന്നവരാണേ, ഞങ്ങൾ അധിനിവേശക്കാരാണേ, കൊള്ളക്കാരാണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് 200 മില്യൺ വിലപിടിപ്പുള്ള ഈ കോഹിനൂർ രത്നം കിരീടത്തിൽ പതിപ്പിച്ച് എല്ലാവർക്കും കാണാനായി, അധികാരത്തിൻ്റെ അടയാളമായി, എന്നാൽ യഥാർത്ഥത്തിൽ അധിനിവേശത്തിൻ്റെ മോഷണ വസ്തുവായി അങ്ങ് UK വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെ ഇന്ത്യ അത് ഞങ്ങൾക്കിങ്ങ് തിരിച്ചു തരണം എന്നാവശ്യപ്പെടാറുണ്ട്. പക്ഷേ അത് UK നമുക്ക് അതിനോടൊക്കെ വളരെ വിധേയത്വവും അടിമത്വവും ഉള്ളതുകൊണ്ടും നമ്മുടെ ഫ്രണ്ടും ഒക്കെ ആയതുകൊണ്ടും അതിനെക്കുറിച്ച് മുറുകി ചോദിക്കാറില്ല. ഇത് വല്ല പശ്ചിമേഷ്യയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, അറബ് രാജ്യത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് വല്ലാത്ത ഒരു സംഗതിയായി മാറിയേനെ. ഈ കോഹിനൂർ രത്നം ഗോൾക്കൊണ്ട മൈനിലെ കൊല്ലൂർ എന്ന് പറയുന്ന മൈനിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. 13ാം സെഞ്ചുറിയിൽ കാക്കാട്ടിയ ഡൈനാസ്റ്റി ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ് ഈ കോഹിനൂർ രത്നത്തെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തത്. പിന്നീടത് മഹാരാജ ദുലീപ് സിംഗ്, അതായത് സിഖ് ഭരണകൂടത്തിലെ രാജവംശത്തിലെ അവസാനത്തെ ആൾ, അദ്ദേഹത്തിന് 10 വയസ്സ് പ്രായമാണ് ഈ രാജാവിനുണ്ടായിരുന്നത്. എന്നിട്ട് 1849 പഞ്ചാബുമായി ആ രാജ്യത്തെ കൂട്ടിച്ചേർത്തു. അങ്ങനെ ചേർത്തപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ ഭാഗമായി ഇതിനെ കൊണ്ടുവന്ന് ആരുടെ കയ്യിൽ കൊടുത്തു? ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊടുത്തു. ആ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ സൂക്ഷിക്കാനായി ഏൽപ്പിച്ച മുതലാണ് അങ്ങ് കൊണ്ടുപോയി വിക്ടോറിയ രാജ്ഞിക്ക് കാണിക്ക വെച്ചു. അത് പിന്നീട് എന്ത് ചെയ്തു? അത് റോയൽ ഡോക്യുമെൻസിൻ്റെ ഭാഗമായി അവസാനം അതവിടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. ഈ കോഹിനൂർ രത്നം $200 മില്യൺ വിലയുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. നമ്മൾ ഒരുപാട് മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവർക്ക് ഈ രാജ്യത്ത് കൊള്ള ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറച്ച് ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. കുറച്ച് സ്ഥലത്തൊക്കെ ഈ തടി മോഷ്ടിക്കാനും കുരുമുളക് മോഷ്ടിക്കാനും ഒക്കെ ഈ കുഞ്ഞാലി മരക്കാരന്മാരെ പേടിച്ച് കടലിൻ്റെ അടുത്തോട്ട് അടുക്കാനൊക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ഇട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിട്ട് വലിയൊരു നീണ്ട ചരിത്രം നമുക്ക് എഴുതി തന്നു. നമ്മളെ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആക്കി ഭിന്നിപ്പിച്ചു. നമ്മളെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമാക്കി മുറിച്ചു. അങ്ങനെ കാലാകാലത്തേക്ക് മുറിക്കാനും തമ്മിലടിക്കാനും ലോകത്ത് യുദ്ധമുണ്ടാക്കാനും കെടുതി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മുടെ മോഷ്ടിക്കപ്പെട്ടുകൊണ്ടുപോയിരിക്കുന്ന ഈ കോഹിനൂർ രത്നമുള്ളത്. അതങ്ങ് കുറേന്നാണ് മംദാനി പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിതെന്താ രാഹുൽ ഗാന്ധിയായിട്ട് താരതമ്യം ചെയ്തതെന്ന് ചോദിച്ചാൽ, അദ്ദേഹവും ഇതുപോലെ ചില സത്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കും. സുഹ്റാൻ മംദാനി പറഞ്ഞത് അമേരിക്കയിൽ എന്തായാലും അങ്ങനെ ഒരു പരിപാടിയില്ല, അങ്ങനെ പറയുന്നവനെ രാജ്യദ്രോഹിയാക്കാറില്ല. ആ പറയുന്നത് നല്ലതാണെങ്കിൽ അവർ അപ്രിസിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് ആകെ പറ്റിയ ഒരു കയ്യബദ്ധം ഈ പറഞ്ഞതുപോലെ ട്രംപിനെ പോലെ ഒരാളിനെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ്. ഏതായാലും സുഹ്റാൻ മംദാനി അത് വളരെ കൃത്യമായി പറഞ്ഞു. അത് അമേരിക്കയിലെ മാധ്യമങ്ങളും മറ്റ് ജേണൽസും ചാനലുകളും എല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു. സംഗതി ആ കോഹിനൂറിഞ്ഞുകൊണ്ട് താടേ